ഡിച്ച്ലിംഗ് ബേക്കൺ. ഡിച്ച്ലിംഗ് ബേക്കൺ ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് സസെക്സിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രദേശമാണ്. ഡിച്ച്ലിംഗിൽ നിന്നും തെക്കോട്ട് മാറിയും ബ്രൈറ്റൻ്റെ വടക്ക് കിഴക്കായിട്ടും സ്ഥിതി ചെയ്യുന്ന ഡിച്ച്ലിംഗ് തുറസായ ഒരു ഗ്രീൻലാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഒത്തിരി ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഈ ഡിച്ച്ലിംഗ് ബേക്കൺ. ഒരു കാലഘട്ടത്തിൽ അയൺ ഏജിലെ ഹിൽ ഫോർട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശം തന്നെയായിരുന്നു ഇത്. എന്നിരുന്നാലും ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളോ അവശേഷിപ്പുകളോ എല്ലാം തുലവും വളരെ കുറവാണ് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഡിച്ച്ലിംഗ് ബേക്കണും ബ്ലാക്ക് ക്യാപ്പും എല്ലാം തന്നെ അതിമനോഹരമായി സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഈ യാത്രയിൽ നാം കണ്ടുമുട്ടുന്നത് ഒരുപാട് സഞ്ചാരികളെയും അവർ തിരയുന്ന ഭൂമിയുടെ മനോഹരമായ സൗന്ദര്യത്തെയും എല്ലാം തന്നെയാണ്. ലാൻഡ്സ്കേപ്പിൻ്റെ സൗന്ദര്യമാണെങ്കിലും യാത്രയാണെങ്കിലും എല്ലാം തന്നെ നമ്മെ സന്തോഷിപ്പിക്കുക മാത്രമല്ല ഒരു പുതിയ ഊർജം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഡിച്ച്ലിംഗ് ബേക്കണിൽ നിന്നും അല്പം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഡെവിൾസ് ലേക്ക്. ഡെവിൾസ് ലേക്ക് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഡെവിൾസ് ലേക്ക്. അതിമനോഹരമായ ഒരു വാലി, വി ഷേപ്പിൽ രൂപീകൃതമായ ഈ വാലിയും ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു വാലി തന്നെയാണ്. അയൺ ഏജിന് മുൻപും പിൻപും ഡെവിൾസ് ലേക്കിനെ ഒരു ഡിഫൻസീവ് സൈറ്റായിട്ടും ഉപയോഗിക്കപ്പെട്ടിരുന്നു. നാം സൂചിപ്പിക്കപ്പെട്ട ദ ക്ലേട്ടോൺ വിൻമില്ലും അതുമല്ലെങ്കിൽ ലോക്കലി ജാക്കാഞ്ചിൽ വിൻമിൽ എന്നറിയപ്പെടുന്ന ഈ വിൻമില്ലാണെങ്കിലും ബ്ലാക്ക് ക്യാപ്പ് ആണെങ്കിലും എല്ലാം തന്നെ ടൂറിസ്റ്റുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്പോട്ടുകൾ ഒന്നായി തന്നെ ഇന്നും അവശേഷിക്കുന്നു. അതിനുമപ്പുറത്തേക്ക് വളരെ വിശാലമായ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ചെടികളുടെ